ഞാൻ ഈ പോകുന്ന സ്ഥലമെന്ന് വെച്ചാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വീട്ടിൽ എല്ലാവരും എന്നെ ഒന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും ആരും കൊണ്ടുപോയില്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ അനിയത്തിക്ക് ഹാഫ് ഡേ ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എടി വാടി നമുക്കൊന്ന് പോയിട്ട് വരാം, ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം, എനിക്ക് തോനെയൊന്നും മേടിക്കേണ്ട, തോനെ നേരം ഞാൻ ടൈം അവിടെ സ്പെൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞ്. ഇത് ഈ സാറ്റർഡേയിൽ എനിക്ക് എന്തോ പെട്ടെന്നൊരു ഉപബോധം മനസ്സിലെന്തോ ഡീപ്പ് ക്ലീനിങ് ചെയ്യണമെന്ന് തോന്നി. കിച്ചൺ മൊത്തം ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്തു. ഗ്ലാസിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ പേപ്പർ കൊണ്ട് നന്നായിട്ട് തേച്ചൊരച്ച് ഞാൻ മിനുസപ്പെടുത്തിയെടുത്തു. അതായത് ഗ്ലാസ്സൊക്കെ നമുക്ക് ന്യൂസ് പേപ്പർ കൊണ്ട് തുടച്ച് നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേത് കേട്ടോ. നമ്മളുടെ മിററുണ്ടല്ലോ, മുഖം നോക്കുന്ന മിററൊക്കെ ഗ്ലാസ് കൊണ്ട് നന്നായിട്ട് തുടച്ചാൽ മതി. അതായത് ആദ്യം സോപ്പ് വേണം സ്പ്രേ ചെയ്തതിന് ശേഷം ഗ്ലാസ്സിനകത്ത് ന്യൂസ് പേപ്പർ കൊണ്ട് നന്നായിട്ട് തുടച്ചെടുത്താൽ നല്ല വെട്ടിത്തിളങ്ങും നമ്മളെ ഗ്ലാസ്സൊക്കെ പുതിയതുപോലെ ഇരിക്കും കേട്ടോ. അങ്ങനെ അതെല്ലാം ഇത് ചെയ്തു. ഞാൻ പിന്നെ മിക്സി കെറ്റിലും എല്ലാം വൃത്തിയാക്കി ഒരു ഡീപ്പ് ക്ലീനിങ് സാറ്റർഡേ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കുറച്ച് വീഡിയോസേ പിടിച്ച് വെച്ചോളൂ, കാര്യം എനിക്ക് എല്ലാം കൂടെ എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനത്തെ കൂടുതൽ എൻ്റെ ഈ ഗ്ലാസ് ടൈപ്പുകൾ കേട്ടോ. അപ്പോൾ എനിക്ക് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ നഷ്ടമാണല്ലോ. ഇതൊക്കെ ഞാൻ കുറച്ചധികം എമൗണ്ട് കൊടുത്ത് മേടിച്ച സാധനങ്ങൾ. ഇത് നെസ്റ്റാസിയുടെ പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷനൊന്നുമല്ല, പക്ഷേ അവരുടെ പ്രോഡക്റ്റ് നല്ലതാണ്. കാണാൻ നല്ല എസ്തറ്റിക് ലുക്കുള്ള പ്രോഡക്റ്റ്സുകളാണ്. അത് കാരണം തന്നെ എനിക്ക് കുറേ അധികം ഞാൻ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട് മേടിക്കാൻ വേണ്ടിയിട്ട്. ഇത് 4 എനിക്ക് ഇതിനകത്ത് സാധനം ഇരുന്നാണ്. ഞാൻ സാധനമൊക്കെ മാറ്റിയതിന് ശേഷം എല്ലാം വൃത്തിയാക്കിയത്. അതുപോലെ ഞാൻ മുമ്പ് വൃത്തിയാക്കി വന്നത് കാരണം അതിനകത്ത് നമ്മളുടെ വാഷ് ബേസിൻ സിങ്ക് കുറച്ച് മെസ്സായി കിടപ്പുണ്ട്. അതുമെല്ലാം ഞാൻ വൃത്തിയാക്കി. അതിനുശേഷം ഗാർഡനിൽ പോയ വീഡിയോ ആണ് ഗൈസ്. ഇതൊരു വല്ലാത്ത അനുഭവമാണ് കേട്ടോ. എത്ര പ്ലാന്റ് ലവേഴ്സിന് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെ ഈ ചെടികളുടെ ലോകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴുള്ള ഒരു പ്രത്യേകതര സുഖമാണ്. എങ്ങോട്ട് പോകണം, എത്രത്തോളം ചെടികളാണ്. ഫിലോഡ്രൻറ്റിൻ്റെയൊക്കെ വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ പാല് കാച്ച് നടക്കുന്ന സമയത്ത് ഇവിടെ വന്നാണ് ഞാൻ ചെടി മേടിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ വന്ന് ചെടി മേടിച്ച് ചേട്ടൻ്റെ പേരും പറഞ്ഞ് നമ്മൾ സ്ഥിരം വരുമ്പോൾ ചേട്ടൻ്റെ പേരും പറഞ്ഞ് ചെടി മേടിക്കുക. അപ്പം നമുക്കൊരു ഡിസ്കൗണ്ട് കിട്ടാറുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും വന്ന് അങ്ങനെയാണ് ചെടി മേടിക്കാറുള്ളത്. നമ്മളെല്ലാവരും വന്നതെന്ന് വെച്ചാൽ ചേട്ടനും ചേച്ചിയും വരുന്ന ഇലച്ചെടി മേടിക്കാറുണ്ട്. അവർക്ക് ഇലച്ചെടികളോട് പ്രത്യേകതര സ്നേഹമാണ്. ചേച്ചിയുടെ വീട്ടിൽ വെറൈറ്റി ടൈപ്പ് അഗ്ലോണമി അതും ഇതുമൊക്കെ ഉണ്ട് കേട്ടോ. കലാത്തിയായും പിന്നെ ഏതൊക്കെയോ ടൈപ്പ് ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ഈ മോർണിംഗ് ഗ്ലോറിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ചേച്ചി എല്ലാം നല്ല രീതി കടലാസ് ചെടിയെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ കാണാത്ത ടൈപ്പ് കുറേ ചെടികളൊക്കെ ചേച്ചിയുടെ കയ്യിലുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ കാണാത്ത ടൈപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നി എന്താ പറയുക, കഴിഞ്ഞ വട്ടം ചെന്നപ്പോൾ ഇത്രയൊന്നും നിയോൺ പോത്തോസ് ഇങ്ങനെ അങ്ങ് തറയിൽ പടർന്നു കിടന്നിട്ടില്ലായിരുന്നു. ഈ വട്ടം ചെന്നപ്പോൾ നിയോൺ പോത്തോസൊക്കെ ഇങ്ങനെ അങ്ങ് പടർന്നു കിടക്കുമായിരുന്നു. ഞാനപ്പോൾ എൻ്റെ അനിയത്തിയെടുത്ത് പറഞ്ഞു, ഇവർക്ക് ഇതൊക്കെ വേണ്ടാന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും പിച്ച് കൊടുത്തുകൂടെ, അങ്ങനെ വരുന്ന ആൾക്കാർക്ക് അത്രയും ക്രൈസുള്ള. പക്ഷെ അവർക്ക് അങ്ങനെ ക്രൈസുള്ള ആൾക്കാരെ നമ്മളൊന്നും അറിയത്തില്ലല്ലോ. പിന്നെ വേണമെങ്കിൽ ചിലപ്പോൾ ചോദിച്ചു. ഒരു വട്ടം ഞാനിവിടെ വന്നിട്ട് ഏതായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ആ ചേച്ചിയെടുത്ത് ചോദിച്ചിട്ട് ആ ചേച്ചി എൻ്റെ തുറന്ന് എടുത്തുകൊണ്ട് പോക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം അവിടെ ഇങ്ങനെ തറയിൽ കിടന്നത്. അപ്പോൾ ഞാൻ ചേച്ചി ഇത് ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, വേണമെങ്കിൽ ഒരു കമ്പ് എടുത്തോളാൻ പറഞ്ഞിട്ട് ഞാനൊരു കമ്പ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കിളിച്ചും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു ഭാഗം മൊത്തം ഫിലോഡ്രൻ്റും. പിന്നെ എനിക്ക് കുറേ ചെടികളുടെ ഒന്നും പേരറിയത്തില്ല, കുറേയൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. കാര്യം കോവിഡ് സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇതായിരുന്നല്ലോ പണി. അങ്ങനെയൊക്കെ കുറേ ചെടികളുടെയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റി എനിക്ക് കണ്ടപ്പോൾ മേടിക്കണമെന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ മൊത്തത്തിൽ എങ്ങനെ വരുമെന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ. പക്ഷേ ഇതിങ്ങനെ ലവ് ഷേപ്പിൽ ഹാർട്ട് ഷേപ്പിൽ നിൽക്കുമായിരുന്നു. ഈ ഒരു ഏരിയയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അവിടെ ഒരു ചേട്ടൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഓൺലൈൻ ബിസിനസ്സാണ് പുള്ളിക്കാരൻ. ഇങ്ങനെ ചെടി മേടിച്ചിട്ട് ഇൻസ്റ്റാഗ്രാം വഴി ഓൺലൈനായിട്ട് അങ്ങോട്ട് അയക്കുന്ന ബിസിനസ്സാണ്. അപ്പോൾ ആ ചേട്ടൻ കുറേ വെറൈറ്റി ഇലകളൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി ഇത് ഇതൊന്നും ഇവിടെ കാണാനില്ലല്ലോ എന്ന്. അപ്പോഴാണ് ചേച്ചി പറഞ്ഞു, അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഈ ഇലയുടെ മാത്രം വെറൈറ്റി, ഇങ്ങനത്തെ ഉള്ള വെറൈറ്റി കുറച്ച് ചെടികളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഫോണും കൊണ്ട് അങ്ങോട്ടോടണോ ഇങ്ങോട്ടോടണോ ഒന്നും അറിയാൻ വയ്യാത്തൊരവസ്ഥ. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇത്രയൊക്കെ പറയേണ്ടതുണ്ടോ ഒരു ഗാർഡനിൽ ചെല്ലുമ്പോൾ. എനിക്കറിയത്തില്ല. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ പോലും എനിക്കങ്ങ് കുറേ ചെടി അങ്ങ് മേടിക്കേണ്ടായിരുന്നു എന്ന് തോന്നും. നമ്മളൊരു ഹൈ ബഡ്ജറ്റായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിൽ നിന്നും ഓരോന്നും എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അത്രയും വലിയൊരു ബഡ്ജറ്റുമായിട്ടൊന്നുമല്ല പോയത്. ജസ്റ്റ് എൻ്റെ മനസ്സിനൊരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ വരെ പോയത് എന്നുള്ളതാണ് വാസ്തവം. കാര്യം എനിക്ക് ചെടികൾ അങ്ങനെ മേടിച്ച് വെക്കുമ്പോൾ എന്തോ വലിയൊരു സംഭവം എന്നെക്കൊണ്ട് സാധിച്ച രീതിയാണ്. എൻ്റെ മനസ്സിന് അതൊരു തെറാപ്പി പോലെയാണ് കേട്ടോ. പ്ലാന്റ്, ഗ്രീനറി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഞാൻ മാക്സിമം എല്ലാവരെയും കിട്ടാവുന്നിടത്തോളം ഞാൻ ചെടികളൊക്കെ തപ്പിയെടുക്കാറുണ്ട്. എൻ്റെ ഹൗസ് വാമിങ്ങിൽ ഞാൻ വളരെ കുറച്ച് ചെടികൾ അവിടെ നിന്ന് മേടിച്ചത്. ബാക്കിയൊക്കെ എനിക്ക് എൻ്റെ നെയ്ബേഴ്സ് വന്നതും പിന്നെ ഞാൻ പണ്ട് തൊട്ടേ വീട്ടിൽ വെച്ച് ശേഖരിച്ച് വെച്ചിരുന്ന ചെടികളും ഒക്കെയാണ്. നെയ്ബേഴ്സൊക്കെ ഒരുപാട് ചെടിയെന്ന് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർക്കൊക്കെ
എല്ലാവർക്കും അറിയാം ഞാൻ പൂച്ചെടികളോട് അത്ര ഇല്ല, പക്ഷേ ഇലച്ചെടികളോട് എനിക്കൊരു പ്രത്യേക തരം അറ്റാച്ച്മെൻ്റ് ആണെന്ന് അവർക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ കുറേയൊക്കെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു പുള്ളിക്കാരനുണ്ട് കേട്ടോ, നമ്മൾ വാപ്പാന്നാണ് വിളിക്കുന്നത്. ആ പുള്ളിക്കാരൻ എനിക്ക് കലാത്തിയ ലൂട്ടിയൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് കുറേ ചെടികൾ കേട്ടോ, ഇല്ല ബനാന ലീഫ് കണക്കിരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് തന്നെയാണ് കേട്ടോ. എൻ്റെ ചെടിപ്രാൻ പറഞ്ഞു കൊണ്ടുവന്ന് തന്ന ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി നിങ്ങൾക്ക് എപ്പോഴും ഞാൻ വീഡിയോ ഇടുമ്പോൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ കേട്ടോ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമുക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ള പ്രോത്സാഹനം. അപ്പോൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി.